ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇറ്റലിയിലെ മെസ്സിനിക്കടുത്തുള്ള സപ്പോനാര എന്ന ചെറു പട്ടണത്തിലാണ് ഓൾഡ് ഏജ് കെയർ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്തും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ സമതലത്തിലുള്ള ഒരു പട്ടണം. അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം, പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇറ്റലിയിൽ ഓൾഡ് ഏജ് കെയർ ജോബിന് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത എന്താണെന്ന്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ അടിസ്ഥാന യോഗ്യതകളൊന്നും ആവശ്യമില്ലാത്തൊരു മേഖലയാണ് ഈ വയസ്സായ വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അതിന് ഡിഗ്രിയോ മറ്റോ ആവശ്യമൊന്നുമില്ല. സോഷ്യൽ വർക്കറിൻ്റെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ടത് നമുക്ക് ഈ വൃദ്ധജനങ്ങളെ പരിചരിക്കാനുള്ളൊരു സന്മനസ്സും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു ഇച്ഛാശക്തിയുമാണ് വേണ്ടത്. കാരണം നമ്മൾ പരിചരിക്കുന്ന രോഗികളിൽ പലരും തന്നെ 90 വയസ്സിന് മേലെ പ്രായമുള്ള ജനങ്ങളായിരിക്കും. അവർക്ക് മാനസികമായ പല വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥകളായിരിക്കും. ചിലർക്ക് ഓർമ്മക്കുറവ്, പാർക്കിൻസൺ രോഗങ്ങൾ, ചിലർക്ക് മാനസികമായിട്ടുള്ള മെൻ്റൽ പ്രോബ്ലംസ്, ഇവയെല്ലാം ഉള്ള വൃദ്ധജനങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപൂർവം ചില വ്യക്തികൾക്കാണ് വലിയ കുഴപ്പമില്ലാതെ സാമാന്യ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയുന്ന രോഗികളെ അല്ലെങ്കിൽ വൃദ്ധജനങ്ങളെ പരിചരിക്കാൻ കിട്ടുക. ബാക്കിയുള്ളവരെല്ലാം തന്നെ കിടപ്പ് രോഗികളോ അത്തരത്തിലുള്ള അവസ്ഥകൾ അനുഭവിക്കുന്ന വൃദ്ധജനങ്ങളായിരിക്കും. അപ്പോൾ അവരെ വേണ്ടുന്ന രീതിയിൽ പരിചരിക്കണം. അവർക്ക് വേണ്ടുന്ന മെഡിസിൻ സമയാസമയങ്ങളിൽ കൊടുക്കുക. അവരുടെ ഡയപ്പർ മറ്റും മാറ്റേണ്ട ജോലി നമ്മളുടെ കയ്യിൽ തന്നെയാണുള്ളത്. പലർക്കും സ്വയം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ജോലികളെല്ലാം തന്നെ നമ്മൾ ചെയ്യണം. ഒരു നേഴ്സിനേക്കാൾ കൂടുതൽ ജോലി ഇക്കാര്യത്തിൽ ഓൾഡ് ഏജ് കെയർ വർക്കർക്ക് ഉണ്ട് എന്ന് സാരം. ചില ഭവനങ്ങളിൽ ആ വീട് വൃത്തിയാക്കുന്ന ജോലി പോലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വൃദ്ധജനങ്ങളെ പരിചരിക്കുമ്പോൾ അവരുടെ വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർ പരിചരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്നൊരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. നാം ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ ചില അടിസ്ഥാന ഡിസിപ്ലിൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു ജീവിത രീതിയല്ല ഇവിടെ. ഇവിടെ വീടുകളെല്ലാം വളരെ വൃത്തിയായി ഭംഗിയായി അവർ സൂക്ഷിക്കും. കിച്ചണായാലും ടോയ്ലറ്റായാലും വളരെ ക്ലീനായിരിക്കും. ഒരു നനവ് പോലും ഇല്ലാത്ത ഇടങ്ങളാണ് ഈ ടോയ്ലറ്റും കിച്ചണെല്ലാം തന്നെ. നമ്മുടെ നാട്ടിലെ പോലെ വെള്ളം സർവത്ര ഉപയോഗിച്ച് വൃത്തിഹീനമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ അത്തരം വൃത്തിയെ അവർ വളരെ വിലപ്പെട്ട രീതിയിൽ തന്നെയാണ് കാണുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പാത്രങ്ങൾ, ഇവയെല്ലാം ക്ലീനായിട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മൾ വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വൃദ്ധജനങ്ങളുടെ ആയാലും രോഗികളായിട്ട് കിടക്കുന്നവരുടെ ആയാലും എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കാര്യങ്ങൾ നടത്തുന്നവർക്കാണ് ഈ ജോലിയിൽ തുടർന്ന് പോകാനായിട്ട് വീട്ടുകാർ സമ്മതിക്കുകയുള്ളൂ. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ജോലിയുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറായിരിക്കും. മറ്റ് ജോലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആ വീടുകളിൽ തന്നെയായിരിക്കും നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ വൃദ്ധരായിട്ടുള്ളവരുടെ റൂമിൽ തന്നെയായിരിക്കും നമുക്ക് കിടക്കുവാനുള്ള സൗകര്യം ലഭിക്കുക. പലപ്പോഴും നമുക്ക് ഉറങ്ങുവാൻ സാധിച്ചു എന്ന് വരില്ല. പലരും പലതരം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായതിനാൽ എപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. ആവശ്യത്തിനും അനാവശ്യത്തിനായിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തന്നെയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഉറക്കം വരാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ചില
പ്രയാസങ്ങൾ നിമിത്തമായിരിക്കാം പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുള്ള ഒരു ജോലി കൂടിയാണ്. അതുകൊണ്ട് അതും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇത്തരം പല മേഖലയിലൂടെയാണ് നമ്മുടെ ഈ ജോലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പലരും ഈ ദേശത്ത് വന്ന് ഓൾഡ് ഏജ് കെയർ ജോബ് മുഖേന നല്ല രീതിയിൽ സമ്പാദിക്കുവാനും സാധിക്കുന്ന ഒരു ജോലി തന്നെയാണിത്. പലരും നാട്ടിൽ നിന്ന് ജോലി തേടി ഓൾഡ് ഏജ് കെയർ ജോബ് തിരഞ്ഞെടുത്ത് അതിലൂടെ നല്ല പോലെ പൈസ സമ്പാദിക്കാനും കഴിയുന്നൊരു മേഖല തന്നെയാണ് ഓൾഡ് ഏജ് കെയർ ജോബ്. ഏകദേശം 800-നും 1000-നും ഇടയ്ക്ക് യൂറോ ഈ ജോലിക്ക് നമുക്ക് ശമ്പളമായിട്ട് ലഭിക്കും. മാത്രമല്ല നമ്മുടെ ചിലവ് കാര്യങ്ങളെല്ലാം ആ ഭവനത്തിൽ തന്നെ നടന്നു പോകുകയും ചെയ്യും. കിട്ടുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഓൾഡ് ഏജ് കെയർ ജോബ്. പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ നോക്കണം. പല വിധത്തിലുള്ള ടോർച്ചറിങ്ങുകൾക്കും നമ്മൾ വിധേയമാകും. അത് മനഃപൂർവ്വം വൃദ്ധരായവർ ചെയ്യുന്നതല്ല. എന്നിരുന്നാലും അവ നമുക്ക് ചിലപ്പോൾ വേദനയുള്ളവാക്കാം, അരോചകമുള്ളവാക്കാം. ഇവയെല്ലാം സഹിക്കാനും ക്ഷമിക്കുവാനുള്ള ശക്തി നമുക്ക് വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏറ്റവും വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഈ വയസ്സായവരെ പരിചരിക്കുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ നമ്മൾ അവരെ പരിചരിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഈ ജോലി നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ജോലി നമുക്ക് ഒരു സ്ഥിരത നൽകുന്ന ജോലിയല്ല. കാരണം നമ്മൾ പരിചരിക്കുന്ന രോഗികളെല്ലാം അല്ലെങ്കിൽ വയസ്സായവരെല്ലാം തന്നെ 90-ന് മേൽ വയസ്സുള്ളവരായിരിക്കും. അവർ ചിലപ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അതോടുകൂടി നമ്മുടെ ജോലി അവിടുത്തെ അവസാനിക്കുകയാണ്. മറ്റു ജോലിയുടെ പോലെ ഒരു സ്ഥിരതയുള്ള ജോലിയല്ല എന്നുള്ളതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതിന് ക്ഷമയും സഹനശക്തിയും അതുപോലെ ഒരു മനുഷ്യജീവിയെ സ്നേഹിക്കാനും പരിചരിക്കാനുമുള്ള ഒരു സന്മനസ്സുമുണ്ടെങ്കിൽ ഈ ജോലി നമുക്ക് വളരെ നന്നായിട്ട് ശോഭിക്കാൻ കഴിയും. ഓൾഡ് ഏജ് കെയർ ജോബിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ധാരാളം കാര്യങ്ങൾ ഈ മേഖലയെ പറ്റി പറയാനുണ്ട്. അത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ. ബൈ ബൈ.